ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിൽ നടന്ന പള്ളി ഉറൂസിനിടയിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളായ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളായ ഇസ്മയിൽ ഹനിയുടെയും യഹിയ സിൻവാറിന്റെയും ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് നാം കണ്ടു. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ കാണിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ നേതാക്കൾക്ക് ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം ആരാധകരെ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ലക്കത്തിൽ ഔട്ട്സ്പോക്കൺ സംസാരിക്കുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ കാണിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് കേരള പൊതുസമൂഹം കണ്ടത്. എന്നാൽ പതിവ് പോലെ ലീഗും കോൺഗ്രസും അതിനെ കുട്ടിക്കളിയായി ചെറുതാക്കി കാണിച്ചുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അതൊരു വലിയ വിഷയമൊന്നുമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരതകളാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീഗ് നേതാക്കൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ VT ബൽറാമിനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഉറൂസ് പള്ളി നേർച്ചയല്ല, അതൊരു ദേശീയ ഉത്സവമാണ്, അവിടെ കുട്ടികൾ കാണിച്ചതിൽ വളരെ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് VT ബൽറാം പറഞ്ഞു വെച്ചത്. ദേശീയ ഉത്സവമാണെങ്കിൽ ദേശീയ നേതാക്കൾ നമുക്ക് ധാരാളമുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്. ഇനി മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അവർക്ക് ഉയർത്തി കാണിക്കാൻ ധാരാളം ഭാരതീയരായ നേതാക്കളുണ്ട്. അപ്പോൾ ഇവരാരുടെയും ചിത്രങ്ങൾ വെക്കാതെ ഇത്രയധികം അകലെയുള്ള പാലസ്തീനുള്ള ഹമാസ് എന്ന് പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ ചിത്രം എന്തിനാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്നുള്ള ചോദ്യത്തിന് VT ബൽറാമിനെ പോലെയുള്ളവർക്ക് മറുപടിയില്ല. നമ്മൾ കരുതും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യം നിരോധിച്ചു, അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലടച്ചു, അതോടുകൂടി ഈ ഭാരതവും പ്രത്യേകിച്ച് കേരളവും തീവ്രവാദ വിമുക്തമായി ഇനി ആരെയും പേടിക്കേണ്ടതില്ല. എന്നാൽ അത് തെറ്റാണ്. ജയിലിൽ കിടക്കുന്നത് അതിന്റെ നേതാക്കൾ മാത്രമാണ്. അവർ പരിശീലിപ്പിച്ച, അവരുടെ കീഴിൽ പ്രവർത്തിച്ച അതിക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികൾ, മതമൗലികവാദികൾ, അവർ നിയന്ത്രിച്ചിരുന്ന ആശയ പ്രചരകർ, ക്ലാസ് എടുത്തുകൊണ്ടിരുന്നവർ, യുവാക്കളുടെയൊക്കെ മസ്തിഷ്കത്തെ മാറ്റിമറിച്ചിരുന്നവർ, അവരെല്ലാം നമ്മൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നാം അറിയാതെ ഇവിടെ ഇസ്ലാമിക മതമൗലികവാദ ഭീകരവാദം ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും താലിബാനും ഒക്കെ ഇത്രയധികം ആരാധകർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്നല്ല, ലോകത്തെ ഏതൊരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയും എത്ര ക്രൂരമായ പ്രവൃത്തി കാണിച്ചാലും അതിനെ ഒരു തെറ്റായി ഇവിടെയുള്ള ഒരു വിഭാഗം കാണുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് അവരുടെ കണ്ണിൽ ഈ പ്രവൃത്തികളെല്ലാം പുണ്യപ്രവൃത്തികളാണ്, പ്രാമാണികമായ കാര്യങ്ങളാണ്. ഈ രീതിയിൽ അവരെ മാറ്റിയെടുത്തത് അവരെ പഠിപ്പിക്കുന്ന ചില ഗ്രന്ഥങ്ങളാണ്. അത്തരത്തിലൊരു പുസ്തകത്തെ കുറിച്ചാണ് ഈ ലക്കത്തിൽ ഞാൻ പറയുന്നത്. ഇതാണ് ആ പുസ്തകം. മലയാളത്തിൽ ഇതിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്നുള്ളതാണ്. ഇബ്നു നുഹാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽ ദിഹാഷ്മിയുമാദി എന്ന് പറയുന്ന 14-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്, ഇതിനകത്ത് 344 പേജ് വരുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ജിഹാദിനെ കുറിച്ച് മാത്രമാണ്. കേക്ക് തിന്ന് രുചി പിടിച്ച നമ്മുടെ ചില മെത്രാന്മാർ പറഞ്ഞിട്ടുള്ള ജിഹാദ് അല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ല, അവർക്ക് വേദന ഉണ്ടാകും. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയാൻ പാടില്ല, കാര്യം ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ എന്തോ ഒരു പുണ്യമായ വാക്കെന്നാണ് ചില മെത്രാന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല. ജിഹാദ് എന്ന് പറയുന്നത് വാളുകൊണ്ടും ധനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യേണ്ടതാണ്. രാത്രിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഒളിയാക്രമണങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലെ ചെയ്യേണ്ടത്. അങ്ങനെ ജിഹാദ് എന്ന് പറയുന്നത്
പൂർണ്ണമായും ഒരു ഇസ്ലാം മതസ്ഥന് ആവശ്യമാണെന്നും ഒരു പൂർണ്ണമായും ഒരു മുസൽമാൻ ആകണമെങ്കിൽ ജിഹാദ് ചെയ്തിരിക്കണമെന്നും അത് പുണ്യപ്രവൃത്തിയാണെന്നും അത് അള്ളാഹുവിന്റെ മാർഗമാണെന്നും പറയുന്ന ഒരു ഗ്രന്ഥമാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്നുള്ള ഈ പുസ്തകം. അറബിയിൽ ഈ പുസ്തകത്തിന്റെ പേര് മഷാരി അൽ അഷ്വാഖ് എന്നായിരുന്നു. ഇതിനെ മലയാളത്തിലേക്ക് തർജിമ ചെയ്തവരാണ് വാളിന്റെ തണലിലൂടെ മാത്രമേ ഇസ്ലാം വിജയിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിൽ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന ഈ പുസ്തകത്തിന് പേര് നൽകിയത്. ഈ പുസ്തകം വായിച്ചു മനസ്സിലാക്കുന്നതിലൂടെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പലതും ഈ പുസ്തകത്തെ നിരോധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ വരെ തള്ളിക്കളഞ്ഞ നിരോധിച്ച ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് ആരാണെന്ന് ഇതുവരെ കേരള പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ശരിക്കും ഈ പുസ്തകമാണ് ഇവിടെ ഹമാസിന്റെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അവർ നടത്തുന്ന ക്രൂരതകൾ, ആ സമാനതകളില്ലാത്ത ക്രൂരതകളെ ന്യായീകരിക്കുന്നതും അവർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതും ഈ പുസ്തകം ഇവർ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. കാര്യം അത്രയ്ക്ക് അപകടകാരിയാണ് 144 പേജ് വരുന്ന ഈ പുസ്തകം. ഈ പുസ്തകം നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ DGP ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റയും പുതുതായി സ്ഥാനമേറ്റെടുത്ത DGP ശ്രീ അനിൽ കാന്തും 4 വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാരിനോട് ലെറ്റർ മുഖേന ആവശ്യപ്പെട്ടതാണ് ഈ പുസ്തകം ഇന്റർനെറ്റിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിക്കണമെന്ന്. തുടർന്ന് 2021 സെപ്റ്റംബർ 26 ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത അറിയുന്നത്. തുടർന്ന് പിറ്റേ ദിവസം മലയാള മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് മുതലായ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. അതിൽ അന്ന് വന്നിരുന്ന മലയാള മനോരമയിലെ വാർത്ത ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. തിരുവനന്തപുരം: കേരളത്തിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം നിരോധിക്കണമെന്ന് DGP സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. മലയാളികൾ ISIS-ലേക്ക് ആകർഷിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പുസ്തകമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ശ്രീ അനിൽ കാന്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ പുസ്തകം പഠിക്കുവാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. PRD ഡയറക്ടർ S ഹരികിഷോർ, ആഭ്യന്തര സുരക്ഷ IG G സ്പർദ്ധൻ കുമാർ, ഡോക്ടർ NK ജയകുമാർ എന്നിവരാണ് സമിതി അംഗങ്ങൾ. 14ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന മതപണ്ഡിതന്റെ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നിലുള്ളവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തീവ്രവാദ സ്വഭാവമുള്ളതും രാജ്യവിരുദ്ധ ഉള്ളടക്കമുള്ളതും മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നതും യുവാക്കളെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ചേരുന്നതിന് പ്രേരിപ്പിക്കുന്നതുമായ ഉള്ളടക്കമാണ് ഈ പുസ്തകത്തിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാരണത്താൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പുസ്തകത്തെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 21 DGP ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. പിന്നാലെയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇംഗ്ലീഷ് പരിഭാഷ ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിലും മലയാളം വിവർത്തനമാണ് യുവാക്കൾക്കിടയിൽ ഏറെ പ്രചരിച്ചതെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതാണ് 2021 സെപ്റ്റംബർ 29 വിവിധ മലയാള മാധ്യമങ്ങളിൽ വന്ന ഇത് സംബന്ധിച്ച വാർത്ത. എങ്ങനെയാണ് ഈ പുസ്തകം ഇത്ര അപകടകാരിയാണ് എന്ന് കേരള പോലീസ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ, ഇവിടെ യുവാക്കളെ തീവ്രവാദത്തിന്റെ പാതയിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ നടക്കുകയുണ്ടായി. അങ്ങനെ റാഡിക്കലൈസേഷൻ ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി അവർ കൗൺസിലിംഗ് നടത്തിയ യുവാക്കളിൽ നിന്നും അതുപോലെ തന്നെ റെയ്ഡ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച കമ്പ്യൂട്ടറുകളിൽ നിന്നും പുസ്തക ശേഖരങ്ങളിൽ നിന്നും മൊബൈൽ ഫോണുകളിലെ PDF ഫയലുകളിൽ നിന്നുമൊക്കെയാണ് എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും തീവ്രവാദത്തിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരുടെയും അതിൽ ആകർഷിക്കപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും കയ്യിൽ ഈ പുസ്തകം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഈ പുസ്തകം വെച്ചുകൊണ്ടാണ് പല തീവ്രവാദ ക്ലാസ്സുകളും നടത്തിയിരുന്നതെന്നും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അതിനെ തുടർന്നാണ് കേരള പോലീസ് റിപ്പോർട്ട് നൽകിയതിന് പ്രകാരം DGP ഈ പുസ്തകം നിരോധിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
ഈ പുസ്തകം വായിച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിൽ നടത്തിയ നരനായാട്ടിനെ തെറ്റായി കാണുവാൻ സാധിക്കില്ല. അതൊരു യഥാർത്ഥ മുസൽമാൻ ചെയ്യേണ്ട പ്രവൃത്തിയായിട്ട് മാത്രമേ അവർക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. ഈ പുസ്തകം നിരോധിക്കാൻ DGP സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ 4 വർഷങ്ങൾ കഴിഞ്ഞു. 2021 ജൂലൈയിലാണ് ആവശ്യപ്പെട്ടത്. ഈ 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സമിതിയുടെ കണ്ടെത്തലുകൾ സർക്കാരിന് സമർപ്പിച്ചതായിട്ടോ സർക്കാർ ഈ പുസ്തകം കണ്ടുകെട്ടുകയോ ഇന്റർനെറ്റിൽ അടക്കം നിരോധിക്കുകയോ ചെയ്തതായിട്ടോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടില്ല. ഇതിന്റെ PDF ഫയലുകൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. കാരണം ഇത് നിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം മൊത്തമായിട്ട് വായിക്കണമെന്നൊന്നുമില്ല. ഇതിന്റെ ആദ്യത്തെ അധ്യായം ഒന്ന് വായിച്ചാൽ മാത്രം മതി ഏതൊരു സാധാരണക്കാരനും ഈ പുസ്തകം നിരോധിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇത് സംബന്ധിച്ച ചില അന്വേഷണങ്ങൾ ഞാൻ നടത്തിയ പ്രകാരം ഏതാണ്ട് ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഒരു കത്തയച്ചു. അതിൽ 4 കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഒന്ന്, ഈ പുസ്തകത്തെ കുറിച്ചുള്ള സമിതിയുടെ കണ്ടെത്തലുകൾ സർക്കാരിന് സമർപ്പിച്ചു. അതിൽ സർക്കാർ എന്ത് തീരുമാനമാണ് എടുത്തത്? പുസ്തകത്തെ നിരോധിക്കുവാൻ തീരുമാനമെടുത്തു. ഈ സമിതിയുടെ പഠനത്തിന്റെ ഭാഗമായി മുസ്ലിം സമുദായ നേതാക്കളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ ആ വിവരാവകാശ ലെറ്ററിൽ വെച്ചിരുന്നത്. എനിക്കതിന് മറുപടി ലഭിച്ചു. മറുപടി ലഭിച്ചത് ഇപ്രകാരമാണ് പറയുന്നത്: ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം നൽകുവാൻ സാധ്യമല്ല. ഇത് ചില രഹസ്യ സ്വഭാവമുള്ള വിഭാഗത്തിൽ പെടുന്നതാകയാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ രേഖകൾ പ്രകാരം തരാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് ലഭിച്ച മറുപടി. ഇനി നമുക്ക് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ഇതിൽ ജിഹാദിനെ കുറിച്ചുള്ള ചെറുതായ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ജിഹാദ് എന്നാൽ ശത്രുവിനെതിരെ പോരാടുക. അത് വാക്കാലും കർമ്മത്താലുമുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അത് വാക്കാലും കർമ്മത്താലുമുള്ള എല്ലാ പരിശ്രമങ്ങളും എന്ന് പറയുമ്പോൾ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലാൻഡ് ജിഹാദും ലീഗൽ ജിഹാദും എല്ലാം ജിഹാദിന്റെ വിവിധ പ്രവൃത്തികൾ മാത്രമാണ്. തുടർന്ന് ജിഹാദിന്റെ നിർവചനത്തിൽ പറയുന്നുണ്ട്: ജിഹാദ് എന്നാൽ സത്യത്തിലേക്ക് ക്ഷണിക്കലും അത് തിരസ്കരിക്കുന്നവരോട് ദേഹം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യലുമാണ്. സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ തിരസ്കരിക്കുന്നവരോട് ശരീരം കൊണ്ടും ധനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും യുദ്ധം ചെയ്യുക. ഇതാണ് ജിഹാദിന്റെ നിർവചനം. അല്ലാതെ പുണ്യപ്രവൃത്തിയൊന്നുമല്ല. അതിന്റെ താഴെ ജിഹാദിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ പരസ്പരം കരാറുകൾ ഇല്ലാത്ത അമുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ്. കരാറുകൾ ഇല്ലാത്ത അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ജസിയ കൊടുത്ത് അടിമയായി ജീവിച്ചുകൊള്ളാം എന്ന് കരാറിൽ ഏർപ്പെടാത്ത അമുസ്ലിങ്ങളെയാണ് കരാറിൽ ഏർപ്പെടാത്ത അമുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ് ജിഹാദ്. അതുപോലെ തന്നെ മുസ്ലിം അധീന പ്രദേശങ്ങൾ ആക്രമിക്കുന്ന അവിശ്വാസികൾക്കെതിരെയുള്ള ആക്രമിക്കലും ജിഹാദ് തന്നെയാണ്. അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ പോയി അവരെ ആക്രമിക്കലും ജിഹാദാണ്. അതായത് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ചെന്ന് ഹമാസ് നടത്തിയ ആക്രമണം ജിഹാദാണ്. അത് അള്ളാഹുവിന്റെ മാർഗമാണ്. അതിന്റെ താഴെ ഇതിന് മറ്റൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. ജിഹാദ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനും ഉള്ള ചികിത്സാ പ്രതിവിധിയാണ്. അത് വ്യക്തികളുടെ അവിശ്വാസം എന്ന രോഗം ചികിത്സിച്ച് ഇസ്ലാമിന്റെ സ്വസ്ഥതയിലേക്ക് അവരെ രക്ഷിക്കുന്നു. അത്
ആ വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച്, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവന്റെ ഇവിടെ ജൂതരില്ലാത്ത കൊണ്ട് പകരം ഹിന്ദുക്കളാണ്. അപ്പൊ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവർക്ക് അവിശ്വാസമാണ്. അപ്പൊ ആ രോഗം ചികിത്സിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിന്റെ ചികിത്സാ രീതി. അല്ലാഹുവിലുള്ള അവിശ്വാസമാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും മോശവും നാശകരവുമായ രോഗം. അള്ളാഹുവിലുള്ള അവിശ്വാസം, അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുക, അതായത് ഒരു മുസൽമാൻ ആകാതിരിക്കുകയാണ് മനുഷ്യകുലത്തിലെ ഏറ്റവും മോശവും നാശകരവുമായ രോഗം. ഇസ്ലാമാണ് അതിന്റെ പൂർണ്ണമായ പ്രതിവിധി. ആ രോഗത്തിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. ജിഹാദ് അടിച്ചമർത്തലിന്റെയും ദുർവൃത്തികളുടെയും ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ ചികിത്സിക്കുന്നു. അതായത് ജിഹാദ് നടത്തുന്ന കൊണ്ട് അടിച്ചമർത്തലിന്റെയും ദുർവൃത്തികളുടെയും ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ ചികിത്സിക്കുകയാണ് ജിഹാദ് ചെയ്യുന്നത്. അതിനോടൊപ്പം പറയുന്നത് അവിശ്വാസിയെ വെറുതെ വിടുന്നത്, അവിശ്വാസി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവൻ അവിശ്വാസിയാണ്, അവനെ വെറുതെ വിടുന്നത് അവന്റെ രോഗം വർദ്ധിക്കുവാനും ശക്തിപ്പെടുവാനും അതുവഴി അത് പടർന്ന് മറ്റുള്ളവരിലേക്ക് പകരുവാനും ഇടയാകും. അവിശ്വാസിയെ കൊല്ലാതെ വെറുതെ വിട്ടാൽ, അവന്റെ മേൽ ജിഹാദ് നടത്താതെ വെറുതെ വിട്ടാൽ അവന്റെ രോഗം വർദ്ധിക്കുകയും ശക്തിപ്പെടുകയും അതുവഴി പടർന്ന് മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയാക്കുന്നു. അതുകൊണ്ട് ഇത് ചികിത്സിച്ച് മാറ്റാതെ ഇസ്ലാം ഒരിക്കലും പുഷ്ടിപ്പെടുകയോ മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നതോ സംഭവിക്കില്ല. അതായത് അവിശ്വാസികളെ ജിഹാദ് നടത്തി ചികിത്സിക്കാതെ മുസ്ലിം സമുദായം പുഷ്ടിപ്പെടുകയോ മുസ്ലിങ്ങൾ ഇവിടെ സമാധാനത്തിൽ ജീവിക്കുകയോ ഇല്ല എന്നാണ് ഈ ഗ്രന്ഥത്തിൽ ജിഹാദിന്റെ നിർവചനമായിട്ട് പറയുന്നത്. മരുന്നുപയോഗിച്ച് രോഗശമനം സാധ്യമാവുമെങ്കിൽ അങ്ങനെയാകാം. മരുന്ന് എന്ന് പറയുന്നത് വാളുകൊണ്ടാകാം, ധനം കൊണ്ടാകാം, മറ്റു പ്രവൃത്തികൾ കൊണ്ടാകാം. അല്ലെങ്കിൽ രോഗം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റേണ്ടതായി വരും. അത് ആ ശരീരത്തിന് ബുദ്ധിമുട്ടും വേദനാജനകവുമായാലും പക്ഷെ മുറിച്ചു മാറ്റൽ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കുകയില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ തന്നെയാണ് ജിഹാദിന് സമൂഹത്തിലും ഉള്ള കൃത്യമായ സ്ഥാനം. ആദ്യം സന്ദേശം സമാധാന മാർഗത്തിൽ എത്തിക്കുന്നു. എന്നാൽ ആ ശ്രമം ഏൽക്കാതിരിക്കുകയും ബലം തരാതിരിക്കുകയും ചെയ്താൽ സത്യവാഹകർ വാളൂരുകയും അല്ലാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി അവരോട് പോരാടുകയും ചെയ്യുന്നു. അതായത് ആദ്യം സന്ദേശം സമാധാന മാർഗത്തിൽ എത്തിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും ലഘുലേഖകൾ വഴിയും ബുക്കുകൾ വഴിയും കവലപ്രസംഗങ്ങൾ വഴിയും സ്നേഹസംവാദം നടത്തിയും ഒക്കെ സമാധാനത്തിന് സന്ദേശം എത്തിക്കുന്നു. ആ ശ്രമം ഏൽക്കാതെ വന്നാൽ അതൊക്കെ നമ്മൾ കേട്ടിട്ടും നമ്മൾ ഇസ്ലാമിലേക്ക് ചെല്ലുന്നില്ല എങ്കിൽ സത്യവാഹകർ വാളൂരുകയും അല്ലാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി അവരോട് പോരാടുകയും ചെയ്ത് അവരെ കൊന്നോ അവരെ കീഴ്പ്പെടുത്തിയോ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇസ്ലാമിന്റെ നിർവചനം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 344 വരുന്ന ഈ പുസ്തകം മുഴുവൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് അത് പല രീതിയിൽ പറയുന്നുണ്ട്. ചാരപ്പണിയുണ്ട്, ഒളിയാക്രമണമുണ്ട്, വളഞ്ഞു പിടിക്കൽ, ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങള്, അങ്ങനെ പലതും ഇതിനകത്ത് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആയുധങ്ങൾ താഴെ വെച്ച് ഭൗതികമായി നമ്മൾ സുഖിക്കാൻ പോയി. ആരും ഇപ്പോൾ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിന് പ്രേരിപ്പിക്കുന്നില്ല. ഇസ്ലാം ക്ഷയിച്ചു പോകുവാൻ മറ്റെന്ത് വേണം? അതായത് ആയുധം താഴെ വെച്ച് പോരാട്ടമെല്ലാം നിർത്തി, അതായത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി എല്ലാവരുമായിട്ട് മതസൗഹാർദ്ദമായി ജീവിക്കുന്നതാണ് ഇസ്ലാം ക്ഷയിക്കാനുണ്ടായ കാരണമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുപോലെ തന്നെ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എന്റെ സഹോദര, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പൂർണ്ണതയ്ക്ക് ശേഷം നാം ഇപ്പോൾ ന്യൂനതയേറിയവരാണ്. ഇത് സംഭവിച്ചത് ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ ആചാരം ഉപേക്ഷിക്കപ്പെട്ടത് മൂലമാണ്. മഹത്തായ ആചാരം ഏതെന്ന് ചോദിച്ചാൽ ജിഹാദ്. മനസ്സിലാക്കുക, അത് അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാകും. ഇങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകമാണ് തൃത്താലയിലെ യുവാക്കളെയും സ്വാധീനിച്ചത് എന്ന് വേണം കരുതാൻ. ഈ വിഷയത്തിലെ ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ മൗനമാണ്. ഇവരായിരുന്നു ഈ പുസ്തകം നിരോധിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടേണ്ടവർ. ഇതുവരെ മുസ്ലിം സമുദായത്തിലെ മതപുരോഹിതരോ അല്ലെങ്കിൽ സംഘടനാ നേതൃത്വമോ അല്ലെ മറ്റു മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇവരാരും തന്നെ ഈ ബുക്ക് നിരോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം സർക്കാരിന് മുന്നിൽ മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ പണ്ടേ ഈ പുസ്തകം ഇവിടെ നിരോധിക്കുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ മൗനം പുലർത്തുന്നത്? ഇവരും ഇതിന് അനുകൂലമാണോ? അന്യ മതസ്ഥരെ, അവിശ്വാസികളെ കൊല്ലുന്നതിൽ, അവരുടെ മേൽ ജിഹാദ് നടത്തുന്നതിൽ, അവരെ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വലുതാകുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഇവിടെ ഒക്ടോബർ 7 ആവർത്തിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? കാര്യം ഈ ചെയ്ത പ്രവർത്തികളിൽ ഒന്നും തെറ്റില്ല, ഇത് പ്രാമാണികമാണ്, യഥാർത്ഥ മുസൽമാൻ ആകണമെങ്കിൽ ജിഹാദ് നടത്തിയേ മതിയാവൂ എന്നവർ ധരിക്കുകയാണെങ്കിൽ അതിൽ പരം അപകടം എന്താണുള്ളത്? അതുപോലെ തന്നെ ഈ മതമൗലികവാദം ഇവിടെ വളർന്നു വലുതാവുന്നത് മുസ്ലിം സമുദായത്തിനും ആപത്താണ്. ഇതൊരു ഇരുതല വാളാണ്. അതിന്റെ ഒരു മൂർച്ചേറിയ വശം മുസ്ലിം സമുദായത്തിന്റെ നേരെ തന്നെയാണ്. ഒരു കാലത്ത് സുന്ദരമായ ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? സ്ത്രീകൾക്ക് തനിയെ പുറത്തിറങ്ങാൻ സാധിക്കില്ല, പഠിക്കാൻ സാധിക്കില്ല, ജോലി ചെയ്യാൻ പോകാൻ സാധിക്കില്ല. എന്തിന്? ജനാലകളില്ലാത്ത അടുക്കളയിൽ അവർ ജോലി ചെയ്യേണ്ട അവസ്ഥ വരെയാണ്. പുരുഷന്മാർക്ക് താടി വെക്കാൻ പറ്റില്ല. അവിടെ ഇന്ന് സംഗീതമില്ല, കലകളില്ല, ഫുട്ബോൾ ഇല്ല, ക്രിക്കറ്റ് ഇല്ല, സിനിമയില്ല, ടെലിവിഷൻ ഇല്ല, ഒന്നുമില്ല. ഇത്രയും കാലം സുന്ദരമായി അവർ അനുഭവിച്ചു വന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെയും മതമൗലികവാദികൾ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഇതുവരെ അനുഭവിച്ചു വന്ന എല്ലാ സൗഭാഗ്യങ്ങളും സുന്ദരമായ എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പ്രകാരം നടപടിയെടുക്കുവാൻ മുസ്ലിം സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെടണം. അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി എടുത്തുകൊണ്ട് ആ പുസ്തകം സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും കേരളത്തിൽ നേരിട്ടും അത് നിരോധിക്കണം. ഈ പുസ്തകത്തിന്റെ പതിപ്പുകൾ ഉള്ളതെല്ലാം കണ്ടുകെട്ടണം. അത്തരത്തിലെ PDF-കൾ ഉപയോഗിക്കുന്നതും അത് വെച്ച് ക്ലാസ്സുകൾ എടുക്കുന്നതും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും സൂക്ഷിക്കുന്നതും ശിക്ഷാർഹമാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. അതിന് എല്ലാവിധ സപ്പോർട്ടും മുസ്ലിം സംഘടനകൾ കൊടുക്കണം.